എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സത്യദാസിനെ കാണാനായി അയാളുടെ വീട്ടിലേക്ക് അച്യുതൻ വന്നിരിക്കുകയാണ്. മകളെയും ഭാര്യയും നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ മദ്യപിച്ചു നിൽക്കുന്ന സത്യദാസിനെയാണിപ്പോൾ അച്യുതൻ കാണാനിടയാകുന്നത്. അച്യുതനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഭൂമിജയുടെ അച്ഛനല്ലേ, അകത്തേക്ക് കയറി വരാനാ സത്യദാസ് പറയുന്നത്. അച്യുതനെ കുടിക്കാനായിട്ട് ചായയോ കാപ്പിയോ മറ്റോ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്ന് മറുപടി പറയുമ്പോൾ ദാ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതൊക്കെയായിട്ടാണ് ജീവിക്കുന്നതെന്ന് സത്യദാസ് അച്യുതനോടായി പറയുന്നു. ഭാര്യ മകളെയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മദ്യപാനവും തുടങ്ങി. ശരിക്കും എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് മകളെ നഷ്ടമായതെന്നാണ് അച്യുതൻ ഇപ്പോൾ ചോദിക്കുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് സത്യദാസിന്റെ മറുപടി. അങ്ങനെയെങ്കിൽ 24 വയസ്സായ കാണില്ലേ ഇപ്പോൾ. വളർന്നു വലുതായ ആ കുട്ടിയെ എങ്ങനെ മനസ്സിലാകുമെന്നാണ് സത്യദാസിനോട് അച്യുതൻ ചോദിക്കുന്നത്. 2 കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങൾ സ്ഥിരീകരിക്കാമെന്നാണ് സത്യദാസ് പറയുന്നത്. ആദ്യത്തേത് ബാലിശമാണ്. കുടുംബത്തിന് ചിഹ്നമുള്ള ഒരു ചെയിൻ ആ കുട്ടിയുടെ കഴുത്തിൽ അണിയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമതെന്ന് പറയുന്നത് എൻ്റെ മകളുടെ ഇടത്തെ തോളിന് പിന്നിലായിട്ട് ഒരു മറുകുണ്ട്. അങ്ങനെ മറുകുള്ള വേറെയും കുട്ടികൾ കാണില്ലേന്ന് അച്യുതൻ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടുകിട്ടിയ DNA ടെസ്റ്റ് വഴി നമുക്ക് ഉറപ്പിക്കാമല്ലോ എന്നാണ് സത്യദാസ് പറയുന്നത്. ഇത് കേട്ടപാടെ ആകെ ഭയന്നിരിക്കുകയാണ് അച്യുതൻ. നിങ്ങൾ എന്തായാലും ഇരിക്കുന്നു പറഞ്ഞ് അച്യുതന് കുടിക്കാനായി എന്തോ എടുക്കാൻ സത്യദാസ് ഇപ്പോൾ അകത്തേക്ക് പോകുന്നു. ഈ സമയത്താകട്ടെ അച്യുതൻ അഭിരാമിയുടെ ചെറുതിലത്തെ ഫോട്ടോ നോക്കി നിൽക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് സത്യദാസ്. അച്യുതൻ സത്യദാസിനോടായി ഒരു കാര്യം ചോദിക്കുന്നു. സർ, ഞാനൊരു സാങ്കല്പിക ചോദ്യം ചോദിച്ചോട്ടെ? ഇപ്പോൾ ഇത്രയും നാളും ആ കുട്ടിയെ വളർത്തിയ അതിൻ്റെ വളർത്തച്ഛനും അമ്മയും ഉണ്ടാകില്ലേ? കുട്ടിയെ കിട്ടിക്കഴിയുമ്പോൾ അവരെ ഇടയ്ക്കെങ്കിലും ഒന്ന് കാണാൻ സർ മകളെ അനുവദിക്കുമോ? തൻ്റെ മകളെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും പിന്നെ വിട്ടുകൊടുക്കില്ലെന്ന് സത്യദാസ് ഉറച്ച ശബ്ദത്തിൽ തന്നെ അച്യുതനോട് പറയുന്നു. ഇത് കേട്ടപാടെ അച്യുതൻ ആകെ വിഷമമാകുകയാണ്. ഇത് കേൾക്കുന്ന സത്യദാസ് അതിൻ്റെ ആവശ്യം എന്താണ്? സ്വന്തമില്ലാത്തൊരു കുട്ടിയെ കിട്ടിയ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്? എന്നിട്ട് അവരത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ മകളുടെ എല്ലാ ഓർമ്മകളും ഞാൻ അവരിൽ നിന്ന് പിഴുതെടുക്കുക തന്നെ ചെയ്യും. ഇതുകൂടി കേട്ടതോടെ അച്യുതൻ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. അങ്ങനെ യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. സമയത്ത് സൗഭാഗ്യപുരത്താകട്ടെ നിശ്ചയത്തിനുമായി മറ്റുമുള്ള ഒരുക്കത്തിലാണ്. അതേസമയം അങ്ങോട്ടേക്ക് സത്യദാസും വന്നെത്തുന്നതുകൊണ്ട് സത്യദാസിനോട് അമ്മ പറയുന്നത് ഇങ്ങനെയാണ്. നീ വല്ലതും അറിഞ്ഞോ? അഞ്ജന പറയുന്നു നിശ്ചയത്തിന് 1000 പേരെ വിളിക്കണമെന്ന്. അതെന്തായാലും അവളുടെ ആഗ്രഹമല്ലേ, അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് സത്യദാസും പറയുന്നു. അങ്ങനെയെങ്കിൽ പക്ഷേ പാചകത്തിൻ്റെ കാര്യമൊന്നും ഭൂമിയെ ഏൽപ്പിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് എല്ലാവരുടെയും സംശയം. ഇതിനുള്ള മറുപടി സത്യദാസ്, നമ്മൾ വെറുതെ ഭൂമിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം അത്രയും പേർക്കുള്ളത് ചെയ്യാൻ അവളെ കൊണ്ട് പറ്റുമെന്ന്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന അഞ്ജനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളുടെയൊക്കെ സ്റ്റാറ്റസിന് ചേരുന്നവരെ മാത്രം വിളിച്ചാൽ പോരെ എന്നാണ് അഞ്ജനയുടെ ചോദ്യം. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അജയും മറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയായാലും ഭൂമിയെ വിളിക്കണം. അതിനുശേഷം മുത്തശ്ശി അഞ്ജനയുടെ ഡ്രസ്സിന്റെ പാറ്റേൺ അജയെ കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. അഞ്ജനയും ഭവാനിയും ദേഷ്യം എടുപ്പിക്കാൻ എന്നോണം അജയ് മറ്റൊന്നാണ് പറയുന്നത്. എന്തായാലും അതല്ല എൻ്റെ ഫോണിലേക്ക് അയച്ചേര്, ഞാൻ ഭൂമിയെ കൂടെ കാണിച്ചിട്ട് തീരുമാനം എടുക്കാം. ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അജയ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങവേ തന്നെ അഞ്ജനയും കൂടി തൻ്റെ ഒപ്പം വിളിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാനാണെന്നാണ് അജയ് പറയുന്നത്. അങ്ങനെ അഞ്ജനയെ മാറ്റി നിർത്തി അജയ് ഇതാണ് പറയുന്നത്. ഭൂമി എന്തായാലും എൻഗേജ്മെന്റിന് വരിക തന്നെ ചെയ്യും. എന്നിട്ട് മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ അവളുടെ വിരലിൽ ഞാൻ മോതിരം അണിയിക്കുകയും ചെയ്യും. ഇത് കേട്ട് അങ്ങ് പകച്ചു നിൽക്കുകയാണ് അഞ്ജന. ഇന്നേ ദിവസം രാത്രിയിൽ ഏറെ വൈകിയാണ് അച്യുതൻ വീട്ടിലേക്ക് വരുന്നത്. ഇത്രയും നേരം എവിടെയായിരുന്നു എന്നാണ് ഭാര്യ ചോദിക്കുന്നത്. സമയം ഇത്രയുമായതൊന്നും ഞാൻ അറിഞ്ഞില്ലെന്നാണ് അച്യുതന്റെ മറുപടി. ഭൂമിയുടെ യഥാർത്ഥ അച്ഛനെ കണ്ട സങ്കടത്തിലാണ് അച്യുതൻ. ഭൂമിയുടെ അച്ഛനെ കണ്ടോ എന്ന് ഇപ്പോൾ ഭാര്യ തിരക്കുന്നുണ്ട്. ശരിക്കും അയാൾ തന്നെയാണോ ഭൂമിയുടെ യഥാർത്ഥ അച്ഛൻ? അതെ എന്നാണ് അച്യുതന്റെ മറുപടി. കൂടാതെ അയാൾ പറഞ്ഞ ഭൂമിയെ പറ്റിയുള്ള അടയാളങ്ങളും ഭാര്യയോടായി അച്യുതൻ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല അയാൾക്ക് ഭൂമിയെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഒന്ന് കാണാൻ പോലും അനുവദിക്കില്ലെന്നാണ് അച്യുതൻ ഇപ്പോൾ ഭാര്യയോട് പറയുന്നത്. ഇതെല്ലാം കേട്ട ശേഷം ഭാര്യ ചോദിക്കുന്നുണ്ട് അയാൾ ശരിക്കും ആരാന്ന്. പക്ഷേ അത് മാത്രം പറയാൻ അച്യുതൻ ഒരുക്കമല്ല. അത് തൽക്കാലം നീ അറിയണ്ട. അതുകൂടാതെ ഏത് പോലീസ് വന്നാലും നമ്മൾ നമ്മുടെ മോളെ ഒന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇതേസമയം ഭൂമിയാകട്ടെ കുറച്ച് ദിവസങ്ങളായി ഏറെ വൈകിയാണ് കോഫി ഷോപ്പ് അടയ്ക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ സത്യദാസൻ ചെല്ലുന്നുണ്ട്. ഭൂമി ഇപ്പോൾ സത്യദാസിനെ കണ്ട സന്തോഷത്തിലാണ്. തൻ്റെ മകളെയും ഭാര്യയും കാണാതായി എന്നുള്ള നോട്ടീസ് ഭൂമിയുടെ കടയുടെ വെളിയിൽ ഒട്ടിച്ചത് സത്യദാസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇതുവഴി പോയപ്പോൾ ഭൂമിയുടെ കടയിൽ നിന്ന് ഒരു കോഫി അടിക്കണം തോന്നി അങ്ങനെ വന്നതാന്നാ സത്യദാസ് ഭൂമിയോടെ പറയുന്നത്. മാത്രമല്ല ഇന്ന് അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഭൂമി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അതിന് എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നാണ് സത്യദാസ് ചോദിക്കുന്നത്. ഞങ്ങളെല്ലാം അങ്ങനെ ചെയ്യാറുള്ളൂ എന്നാണ് ഭൂമിയുടെ മറുപടി. അന്ന് പൂജയ്ക്ക് കണ്ടതിലും ആളാകെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് സത്യദാസ് ഇപ്പോൾ ഭൂമിയോട് പറയുന്നുണ്ട്. ഒരു ചെക്കപ്പൊക്കെ ആകാരുന്നില്ലേ, പൈസ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കേണ്ടെന്നാണ് സത്യദാസ് ഭൂമി അറിയിക്കുന്നത്. അതിനുശേഷം ഒരുപാട് നേരം അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം സത്യദാസ് അവിടെ ജോലി ചെയ്യുന്ന ലക്ഷ്മിയോട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ചേർന്നുള്ള ഒരു ഫോട്ടോ എടുത്തു തരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഫോട്ടോ കൂടി എടുത്തു കഴിഞ്ഞ ശേഷം സത്യദാസ് അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നു.
ഈ സമയം ഭൂമിയുടെ വീട്ടിലാകട്ടെ വീടൊഴിഞ്ഞ് സാധനങ്ങളെല്ലാമായി മറ്റൊരിടത്തേക്ക് പോകാനുള്ള തിരക്കിലാണ് അച്യുതനും ഭാര്യയും. പെട്ടെന്നൊരു നിമിഷം ഭൂമി വന്ന് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും അറിയില്ലെന്നാണ് ഭാര്യയുടെ പേടി. മാത്രമല്ല കോഫി ഹൗസിന്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ ജോലി ചെയ്യുന്ന ലക്ഷ്മിയെ തന്നെ നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാമെന്ന അച്യുതന്റെ മറുപടി. അച്ഛൻ്റെ വെപ്രാളം കാണുന്ന ഭാര്യ മറ്റൊരു കാര്യം ഇപ്പോൾ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ഛൻ ആരാണ്? മറുപടി അച്യുതൻ, ഞാനും നീയുമല്ലാതെ മറ്റാരും അവളുടെ മാതാപിതാക്കളായി വേണ്ട. അപ്പം വൈകാതെ തന്നെ അച്ഛൻ്റെ കാറ് റിപ്പയർ ചെയ്ത് വർക്ക്ഷോപ്പിൽ നിന്ന് ആളെത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഭൂമിയും അവിടേക്ക് വരുന്നു. എല്ലാം കണ്ടുകൊണ്ട് അച്യുതനും അങ്ങോട്ടേക്കും വരുന്നുണ്ട്. വർക്ക്ഷോപ്പിലെ ആളുടെ ക്യാഷൊക്കെ സെറ്റിൽ ചെയ്തു എന്ന് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഓൾറെഡി കൊടുത്തിട്ടാണ് വർക്ക്ഷോപ്പിൽ കാർ ഏൽപ്പിച്ചതെന്നാണ് ഭൂമി പറയുന്നത്. അതിനുശേഷം വീടിനകത്തെത്തിയ ഭൂമിക്ക് ആകെ ഒരു മാറ്റം ശ്രദ്ധയിൽപ്പെടുന്നു. ഇവിടെ അച്ഛൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. മോളെ, നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.